ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു സേമിയ ഉപ്പുമാവ് ചെയ്ത് നോക്കാം. ഇത് ലഞ്ച് ബോക്സിന് കൊടുത്തുവിടാനും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കൊടുക്കാൻ നല്ലതാണ്. ഒട്ടും സ്റ്റിക്കി ആവാതെ ഈ സേമിയ ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു 2 കപ്പ് സേമിയയും ഗ്രീൻ പീസ്, ക്യാരറ്റ്, ഒനിയൻ, ഇഞ്ചി, പച്ചമുളക്, ബീൻസ്, കാഷ്നട്ട്, കരിയാപ്പില, ജീരകം ഇതെല്ലാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. ഞാൻ എടുത്തേക്കുന്ന സേമിയ റോസ്റ്റഡ് സേമിയയാണ്. ഇൻ കേസ് സാധാ സേമിയ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു 2-3 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണോളം ഓയിലും കൂടെ ചേർത്തിട്ട് ഇതിനൊന്ന് നന്നായിട്ട് തിള വരുമ്പോഴത്തേനും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1 to 2 മിനിറ്റ്സോളം ഈ സേമിയ ഇതുപോലെ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം ഈ വെള്ളം നമുക്ക് ഊറ്റിക്കളയാനുള്ളതാണ്. അതുകൊണ്ട് വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇത് ഒത്തിരി ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട, ഒരു 1 to 2 മിനിറ്റ്സ് മാക്സിമം ആണ്. അല്ലെങ്കിൽ അത് ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. ഇപ്പം നമ്മുടെ സേമിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഒരു മോർ ദാൻ ഒരു 80% വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളയണം. അതിലേക്ക് നമ്മൾ നേരത്തെ നൂഡിൽസിനൊക്കെ ചെയ്ത പോലെ തന്നെ 1 കപ്പോളം തണുത്ത വെള്ളം ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കുന്നുണ്ട്. ആ വെള്ളവും ഡ്രെയിൻ ആയി കഴിയുമ്പം 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് സ്റ്റിക്കായി പോവേ. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അകത്ത് കുറച്ച് വെജിറ്റബിളൊക്കെ നമ്മൾ ഇടുന്നത് കൊണ്ട് ഈ നെയ്ക്കകത്തിട്ട് അതൊന്ന് വഴറ്റുവാണെങ്കിൽ അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. ആദ്യം ഞാൻ ഈ നെയ്യിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കാഷ്നട്ട് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നിലക്കടലയും കൂടി ഇടുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അതും ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പും 1/2 ടീസ്പൂൺ ജീരകവും ഒരു 2 ചുമന്ന മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 തണ്ട് കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉഴുന്ന് പരിപ്പൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2-3 പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വെള്ളക്കടലിലെ ഉപ്പുമാവ് ഇരിക്കണമെങ്കിൽ ഈ മഞ്ഞൾ ഇടുന്നത് അങ്ങ് അവോയ്ഡ് ചെയ്താൽ മതി. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റും കുറച്ച് ബീൻസും ഒരു 1/4 കപ്പോളം ഗ്രീൻ പീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്നട്ടും നിലക്കടലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയ അല്ലെങ്കിൽ വെർമിസെലി ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല വിട്ട് നിൽപ്പുണ്ട്. ഇതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിത് ഒരു 1-2 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് ലോ ഫ്ലെയിമിൽ വയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ സേമിയ എങ്ങാനും വെന്ത് പോയാൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിത് ഒരു 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. ഈ മല്ലിയിലയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡിയാണ്. ഇത് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ അടിപൊളിയാണ്. ഒട്ടും സ്റ്റിക്കി ആവാതെ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ നെയ്യ് നല്ലൊരു ഫ്ലേവറാണ് ഈ ഉപ്പുമാവിന് കൊടുക്കുന്നത്. ഈ വെജിറ്റബിൾസൊക്കെ അത് കിടന്ന് വഴന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.